ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ, ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നല്ല റെസിപ്പീസും വിശേഷങ്ങളും എല്ലാം ആയിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടു നോക്കുക. കണ്ടിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോലെ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ലൈക്ക് ബട്ടനോട് ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ലൈക്ക് ചെയ്യാൻ ആരും മറന്നു പോകണ്ട കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇന്നലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ. സൺഡേയിൽ എടുത്ത വീഡിയോ ആണ്. നമുക്ക് മുഹറം 9 നോമ്പുണ്ടായിരുന്നല്ലോ. അപ്പോൾ അന്നത്തെ ദിവസം വൈകുന്നേരം ഞാൻ കിച്ചണിലേക്ക് വന്നതാണ് കേട്ടോ. നോമ്പ് തുറക്കാനുള്ള ഫുഡ് ഐറ്റംസും കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ നോക്കലാണ്. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നല്ല മഴ പെയ്യുന്നുണ്ട്, നല്ല തണുപ്പുണ്ട്. അപ്പോൾ നല്ല രസമല്ലേ ഫുഡൊക്കെ കഴിക്കാൻ. അപ്പോൾ അതാ കുറച്ച് അങ്ങനെ കുറേ ഐറ്റംസ് ഒന്നുമില്ല, എന്നാലും ലൈറ്റായിട്ടുള്ളൊരു നോമ്പ് തുറക്കുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കറിക്കുള്ള ഐറ്റംസൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, ചിക്കൻ, അങ്ങനത്തെ എല്ലാം. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഞാൻ ഒരു 4-5 ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അതായത് ഒരു വീഡിയോ ഒരു ദിവസം വീഡിയോ ഇടാത്തുള്ളൂ. പക്ഷേ അത് വെള്ളി, ശനി, ഞായർ അങ്ങനെ വന്നപ്പോൾ കുറച്ച് ദിവസം അധികമായിട്ടുണ്ട്. കുറേ നാളായിട്ട് കാണാത്ത, നമ്മൾ സംസാരിക്കാത്ത ഒരു ഫീൽ എനിക്ക് വന്നു. ഒന്നുമല്ല, ചെറുതായിട്ട് പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇപ്പോൾ ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. നിങ്ങളുടെ സൗണ്ടിൽ ചിലപ്പം മനസ്സിലാവുന്നുണ്ടാകും, എന്നാലും അൽഹംദുലില്ലാ ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. ഒരുവിധം ഒക്കെയാണെങ്കിൽ ഞാൻ വീഡിയോ അങ്ങനെ മുടക്കലില്ല. വീഡിയോ അങ്ങനെ ഇത് എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് റെഡിയാക്കി എടുക്കലുണ്ട്. ഇത് തീരെ പറ്റാത്തതുകൊണ്ടാട്ടോ ഇടാണ്ടിരുന്നത്, സോറി. അപ്പോൾ ഇതാ നമ്മളെ കറിയിലേക്ക് വരാം. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കുമ്പോൾ തന്നെ ഒരു റിച്ച് ടേസ്റ്റിലൊരു കറിയാണ്. അപ്പോൾ അതാ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ തന്നെ എടുക്കണം എന്നില്ല, ഓയിലെടുത്താലും മതി. കാര്യം ഇപ്പോൾ വെളിച്ചെണ്ണ എടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ. നല്ല റേറ്റ് കൂടിയിരിക്കുന്ന സമയമാണ് വെളിച്ചെണ്ണ, തേങ്ങ ഒക്കെ. എന്നാലും കുഴപ്പമില്ല. ഒരു 2 സവാള നീളത്തിൽ കട്ട് ചെയ്തത് അതെടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും ഒരു 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. കറിക്ക് എരിവിനാവശ്യത്തിലുള്ള പച്ചമുളകും കൂടെ മിക്സ് ചെയ്ത് അതൊന്നും വഴന്ന് തരട്ടെ കേട്ടോ. ഒരുപാടങ്ങ് വഴന്ന് വരേണ്ട കാര്യം എന്നല്ല, ഇതുപോലെ ഒന്ന് ആയി കിട്ടിയാൽ മതി കേട്ടോ. ഭയങ്കര സോഫ്റ്റ് ആയിട്ടൊന്നും വരണം. നമ്മൾ ചിക്കൻ കുക്കറിലാണല്ലോ ചെയ്യുന്നത്. ബാക്കി എല്ലാ ഐറ്റംസും ഒന്നും കൂടെ കുക്കറിൽ വിസിലടുപ്പിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ കുക്കർ എന്ന് പറഞ്ഞപ്പോഴാണ് ഓർത്തേ. ഈ കുക്കർ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എവിടെ നിന്നാണ്. ഞാൻ പറയാത്ത വീഡിയോയിലേക്കും കുറേ പേര് ചോദിച്ചിട്ടുണ്ട് അത് ലിങ്ക് തരുമെന്നൊക്കെ. അപ്പോൾ ഇത് ഞാൻ ഇൻഡസ് വാലിയിൽ നിന്ന് ഓർഡർ ആക്കിയിട്ടുള്ള കുക്കറാട്ടോ. അടിപൊളി കുക്കറാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും മറക്കാതെ ഡിസ്ക്രിപ്ഷനിലോ പിന്നെ കമൻ്റായിട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ അതിന് ശേഷം ഞാനൊരു തക്കാളി ഇട്ട് കൊടുത്തു. ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, ഒരു 4-5 വെളുത്തുള്ളി, ഒരു 4-5 കഷ്ണം നീളത്തിലുള്ളൊരു കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടെ ചേർത്ത് 1 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് സോഫ്റ്റ് ആക്കിയതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് കേട്ടോ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഇഞ്ചി, വെളുത്തുള്ളിയും തക്കാളിയൊന്നും ചെറുതായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരട്ടെ. ഒരുപാട് ഇങ്ങനെ സോഫ്റ്റായിട്ട് ഉടഞ്ഞു പോകേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. അതിലേക്ക് ഈ ഒരു കറിയിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങ് ഒന്ന് ചേർത്ത് കൊടുത്താൽ നല്ലതാണ്. ഇനി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഒന്ന് ചേർത്ത് കൊടുത്താൽ നല്ലതാണ് കേട്ടോ. ഒരുപാടൊക്കെ ചേർത്ത് കൊടുക്കുകയും ചെയ്യരുത്. അപ്പോൾ ഇതാ ഒരു 2 മിനിറ്റ് ഞാൻ അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ലൈറ്റായിട്ടൊരു മസാലപ്പൊടികൾ ചേർക്കാണ്ട് അതുകൂടെ ചേർത്ത് കൊടുക്കുക. അതിൻ്റെ ഇടയിൽ ഞാനവിടെ ഇന്ന് ഇടിയപ്പം ഉണ്ടാക്കുന്നുണ്ടേ, നമ്മൾ നൂലപ്പം. അതിന് വേണ്ടിയിട്ടുള്ള പൊടി കുഴക്കാനുള്ള വെള്ളം കെറ്റിൽ തിളക്കാൻ വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതാ നമുക്ക് മസാലപ്പൊടികളും കാര്യങ്ങളൊക്കെ നോക്കാം. ഒന്നുമില്ല, ഒരു 1/4 ടീസ്പൂൺ, എൻ്റെ മൂക്കടഞ്ഞടഞ്ഞ് വരുന്നു കേട്ടോ സംസാരിക്കുമ്പോൾ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതിൽ കൂടുതലാവരുത് കേട്ടോ. കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല, കൂടിപ്പോവരുത്. പിന്നെ ഒരു 2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കുക. ഗരം മസാല ഇല്ലെങ്കിൽ ബിരിയാണി മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ അത്രയും മതി, ഒരുപാടങ്ങ് ചേർത്ത് കൊടുക്കരുത്. അത് ചേർത്ത് കൊടുത്തിട്ട് 1 മിനിറ്റ് ഒന്ന് നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഞാനിതിലേക്ക് ഒരു 1/2 തേങ്ങയാണ് എടുക്കുന്നത്, ഒരു തേങ്ങേൻ്റെ പകുതി. അത് ചിരകിയതിൻ്റെ പാല് 1-ാം പാലും 2-ാം പാലും എടുക്കുക. എന്നിട്ട് ആ ഒരു 2-ാം പാലിലാണ് നമ്മളിപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. ചിക്കൻ വേവിച്ചെടുക്കൂലേ അത് ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 കിലോ ചിക്കൻ ഉണ്ടാവും കേട്ടോ. ഇത് അതിലാണ് ചെയ്യുന്നത്.
ഇത് നമുക്ക് പത്തിരീൻ്റെ കൂടെ, പൊറോട്ടേൻ്റെ കൂടെ, ഗീ റൈസിൻ്റെ കൂടെ എല്ലാം കോമ്പിനേഷനായിട്ട് അപ്പത്തിൻ്റെ കൂടെ ഒക്കെ ചെയ്യാൻ പറ്റുന്നൊരു റിച്ച് ടേസ്റ്റിലൊരു കറിയാട്ടോ. അതാ ഞാൻ പറഞ്ഞ ഒരു ലൈറ്റ് യെല്ലോ കളറാണ് നമുക്ക് വേണ്ടത്, ഒരുപാട് ചേർത്ത് കൊടുക്കരുതേ. അപ്പോൾ ഇതാ ഇനി നമ്മൾ സവാളയിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു. എന്നാലും ചിക്കനിലേക്കൊക്കെ വെന്ത് വരുമ്പോഴത്തേക്കും ഉപ്പ് വേണ്ടേ, അപ്പോൾ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടേ. എന്നിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് മല്ലിയില വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ സമയത്ത് കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ട്. എന്നിട്ട് അടച്ച് വെച്ച് ഒരുപാട് അങ്ങ് തേങ്ങാപ്പാലൊന്നും ഒഴിച്ച് കൊടുക്കണ്ട, ഈ ഒരളവിൽ മതി കേട്ടോ. അടച്ച് വെച്ചിട്ട് നമ്മൾ ചിക്കൻ വേവുന്നൊരു ടൈം ഒരു 3 വിസിൽ അതെല്ലാം മതിയാവും, അപ്പോഴത്തേക്കും വെന്ത് കിട്ടും. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ആക്കിയെടുക്കാം. ഈ ഒരു കുക്കറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ ആഡ് പറയുന്നൊന്നുമല്ല കേട്ടോ, ഒരു ഉരുളി ടൈപ്പാണ്. നിങ്ങളതിൻ്റെ താഴ്ഭാഗം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കറി വിസിലൊക്കെ വന്നതിന് ശേഷം അടപ്പങ്ങ് മാറ്റിയിട്ട് വേറൊരു അടപ്പ് വെച്ചാൽ ശരിക്കും ഒരു കടായി ആ ഒരു ലുക്കിൽ നമുക്ക് കിട്ടും കേട്ടോ, കറികളൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ അതവിടെ റെഡി ആവട്ടെ. നമുക്ക് ആ സമയം കൊണ്ട് പൊടി ഒന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ഇടിയപ്പത്തിലുള്ള പൊടി ഞാനിതിലേക്ക് പത്തിരിപ്പൊടി ഇട്ടാൽ വറുത്തതായാലും വറുക്കാത്തതായാലും ഒന്നും കുഴപ്പമില്ല. പച്ചരീൻ്റെ പത്തിരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു 2 ടീസ്പൂൺ, ഞാനിപ്പോൾ എന്താ പറയുക, ഒരു 1/4 കിലോ പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഓയിലോ വെളിച്ചെണ്ണയോ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഓയിലാണ് ചേർത്ത് കൊടുത്തത്. അതും കൂടെ ചേർത്തിട്ട് തിളച്ച വെള്ളം ചേർത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. നന്നായിട്ടൊന്ന് ഒരു എല്ലാ ഭാഗവും ഒന്ന് നനഞ്ഞ് സോഫ്റ്റ് ആകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. തിളച്ച വെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഈ ഒരു ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ എനിക്ക് കുറേ കാര്യങ്ങൾ ഓർമ്മ വരും കേട്ടോ. പണ്ട് ഉമ്മ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ എനിക്ക് സർപ്രൈസായിട്ട് പണികൾ എടുത്തു കൊടുക്കണത്, വീട് ക്ലീൻ ആക്കണത്, അത് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ കാണുക ഉമ്മയൊക്കെ ഇതാ ഒന്ന് അടിച്ചു വാരി, അല്ലെങ്കിൽ ഒന്ന് പാത്രം കഴുകുക, അല്ലെങ്കിൽ ഇതൊന്ന് ചെയ്തൂടെ, അല്ലെങ്കിൽ അതുണ്ടാക്കുമോ, അല്ലെങ്കിൽ അതൊന്ന് നോക്കുമോ എന്ന് പറയുന്നത് ഇഷ്ടമല്ല. അല്ലാണ്ട് ഇവർ പറയാതെ നമ്മൾ എവിടെയെങ്കിലൊക്കെ പോയി വരുമ്പോൾ ഇവർ അപ്രതീക്ഷിതമായി ഇത് ചോറൊക്കെ വെക്കണമല്ലോ എന്നൊക്കെ വിചാരിച്ച് വരുമ്പോൾ അതൊക്കെ ഒന്ന് ആക്കി റെഡിയാക്കി വെക്കൂലേ, അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ചെയ്യുന്നൊരു കാര്യമായിരുന്നു ഈ ഇടിയപ്പം. ഇടിയപ്പത്തിന് നല്ല ഈസിയല്ലേ, ഇതുപോലെ കുഴക്കും. അത് എത്രയാ പത്തിരിപ്പൊടി എടുക്കേണ്ടതൊന്നും അറിയില്ല. അത് ചോദിക്കൂല, ചോദിച്ചാലേ കറക്റ്റ് അളവൊക്കെ പറഞ്ഞു തരുള്ളൂ. ചോദിക്കൊന്നുമില്ല, കാരണം സർപ്രൈസ് ആണല്ലോ. അത് ആ ഒരു സന്തോഷം, അപ്പോൾ അവർക്കുണ്ടാകുന്നൊരു സന്തോഷം കാണാൻ എനിക്കിഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യലുണ്ട് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യും, ഇങ്ങനെ പൊടിയൊക്കെ വാട്ടിയെടുക്കും. കുറച്ച് അധികം ഉണ്ടാവും കേട്ടോ, നമുക്ക് വീട്ടിലേക്ക് തിന്നാവുന്നതിനേക്കാളും കൂടുതൽ പൊടിയൊക്കെ എടുത്തിട്ട് ഇടിയപ്പം നല്ല സോഫ്റ്റ് ഇടിയപ്പം ഉണ്ടാക്കി വെക്കലുണ്ട് കേട്ടോ. അന്നേ ഉണ്ടാക്കുന്ന ഒരു ഐറ്റം ആയിരുന്നു അത്. അപ്പോൾ ഇതിപ്പോൾ കുഴക്കുമ്പോൾ എനിക്ക് ആ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും കേട്ടോ. ചിരി വരിക ശരിക്കും പറഞ്ഞാൽ. അത് ശരിക്കും ഉമ്മാനോട് ചോദിച്ചാൽ മതി, എത്ര അളവ് എടുക്കണ്ടേന്ന് ചോദിച്ചാൽ മതി. പക്ഷെ അത് ചോദിക്കാത്ത കാരണം ഇതാണ്, അറിയാതെ ഉമ്മ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ സർപ്രൈസായിട്ട് പണികളൊക്കെ തീർത്ത് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് കാണിച്ചു കൊടുക്കണം, അതാണ് ഉദ്ദേശം. അങ്ങനെ ചെയ്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനത്തെ ഇടിയപ്പം അങ്ങനെ 1-2 ഐറ്റം ഉണ്ട് എൻ്റെ സ്പെഷ്യൽ. അത് നല്ല ബൈഹാർട്ടായിട്ട് ഉണ്ടാക്കി നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കുകയും ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ചെയ്യുമ്പോൾ എനിക്കതിങ്ങനെ ഓർമ്മ വരും കേട്ടോ, ആ ഒരു സമയം. അതുപോലെ തന്നെ ഈ അകമൊക്കെ അടിച്ചു വാരി, വീടടിച്ചു വാരി തുടക്കുക, അതൊക്കെ അല്ലേ, അതൊക്കെ ഉമ്മ വീട്ടിലുണ്ടെങ്കിലും ഞാൻ വാതിലടച്ചിട്ട് ഉമ്മാനെയൊക്കെ പുറത്താക്കും കേട്ടോ. എന്നിട്ട് ഇപ്പോൾ അടുക്കള ഞാൻ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ അവരകത്തിട്ടിട്ട് ഞാൻ വാതിൽ ഇപ്പുറത്തേക്ക് കുറ്റിയിടും. എന്നിട്ട് അടുക്കള ഫുള്ള് മെസ്സായിട്ട് കിടക്കുകയായിരിക്കും. പക്ഷേ എന്നിട്ട് ഓരോരോ ഒന്ന് നന്നാക്കി ക്ലീൻ ചെയ്ത് ഭയങ്കരമായിട്ട് ക്ലീൻ ചെയ്ത് അടിച്ചു വാരി തുടച്ചൊക്കെ നല്ല ലുക്കാക്കിയിടും, നല്ല ക്ലീനാക്കി ഇടും. പക്ഷേ അതിനിടയ്ക്ക് ഒരാൾ വരാനോ നമ്മളോട് ചോദ്യം ചെയ്യാനൊന്നും പാടില്ല, ആ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അന്നേ അങ്ങനത്തെ ക്ലീനിങ്ങും ഇങ്ങനെ ഒരുക്കാനും ഇഷ്ടമാണ്. അതിങ്ങനെ കാണുന്നതിനേക്കാളും എന്നിട്ട് അവർ വന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ എല്ലാം തീർത്തല്ലോ അടിപൊളിയായല്ലോ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പോൾ പറഞ്ഞ് കുറേ പറഞ്ഞു പോയി. നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ ഇങ്ങനത്തെ ഓരോ രസമുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മ വരുമല്ലോ. പണ്ട് ചെയ്ത കുറച്ച് കാര്യങ്ങൾ, ഡയലോഗ് അടക്കം ഓർമ്മ വരും കേട്ടോ. അങ്ങനെ ഒരുപാടുണ്ട് പറയുകയാണെങ്കിൽ. അപ്പോൾ ഇതാ നമ്മൾ നൂലപ്പത്തിൻ്റെ മാവൊക്കെ കുഴച്ച് നല്ല സോഫ്റ്റ് മാവാക്കി എടുക്കണം കേട്ടോ. അത്രയും നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുത്താൽ മതി. എന്നിട്ട് ഞാൻ അടച്ചു വെക്കലൊന്നുമില്ല, അപ്പം തന്നെ ഒന്ന് ജസ്റ്റ് കൈ കൊണ്ട് കുഴച്ചെടുക്കുക ചെയ്യുക. എന്നിട്ട് ഇതാ നമ്മളെ ഇടിയപ്പം ഉണ്ടാക്കുന്ന ആ സംഭവത്തിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ആക്കിയെടുക്കുക ചെയ്യുക. ഇത് നല്ല തിന്നായിട്ടുള്ള നൂലാട്ടോ, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. പിന്നെ ഈ പാത്രം ഞാൻ ഇൻഡസ് വാലിയിൽ നിന്ന് ഓർഡർ ആക്കിയിട്ടുള്ളതാണ്. ഞാൻ ലിങ്ക് കിട്ടുകയാണെങ്കിൽ കൊടുക്കുക. നൂലപ്പത്തിനും ഇടിയപ്പത്തിനും കൂടെ ഉള്ളൊരു പാത്രമാണ് കേട്ടോ അത്. അപ്പോൾ ഇതാ നമ്മളെ ഇടിയപ്പത്തിനും ഞാൻ പറഞ്ഞൊന്നും സംശയം അല്ല, ഇഡ്ഡലിക്കും ഇടിയപ്പത്തിനും കൂടെ ഉള്ള പാത്രമാണ് കേട്ടോ ഉദ്ദേശിച്ചത്. അപ്പോൾ അതാ നമ്മളെ ഇടിയപ്പം വെച്ച് കൊടുത്തിട്ടുണ്ട്, റെഡി ആയിട്ട് വരട്ടെ.
നമ്മൾ കറി അതാ ഞാൻ ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ. അതും ഒന്ന് സെറ്റാക്കി എടുക്കണം. ഇപ്പോൾ സമയം 5:30. ഞാൻ കിച്ചണിലേക്ക് വന്നത് 5 മണിക്കാട്ടോ, അത് പറയാൻ മറന്നുപോയി. 5 മണിക്കാണ്. കാരണം നമുക്ക് 7 മണിയോട് അടുപ്പിച്ചല്ലേ ബാങ്ക് കൊടുക്കുന്നത്. അപ്പോൾ നല്ല സമയമുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വൈകിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ സൺഡേ ആണ്, കുറച്ചിങ്ങനെ മടിച്ച് കുറേ നേരം ഇങ്ങനെ കിടന്നു, തണുപ്പും കാര്യങ്ങളും അങ്ങനെയൊക്കെ അല്ലേ. അപ്പോൾ അങ്ങനെ ഇതിനിടക്ക് നന്നായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഞാനിപ്പോൾ പുറത്തേക്ക് വന്നത് റഫീഖാൻ്റെ വണ്ടീൻ്റെ സൗണ്ട് കേട്ടു കേട്ടോ. റഫീഖ് ഇന്ന് ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ട്. സൺഡേ കുറച്ച് നേരത്തെ വരും, എന്നാലും ഡ്യൂട്ടിക്ക് പോകും കേട്ടോ, ഡ്യൂട്ടി ഉണ്ടാവും. അപ്പോൾ സൗണ്ട് കേട്ടപ്പോൾ വണ്ടീൻ്റെ സൗണ്ടാണെന്ന് വിചാരിച്ചിട്ട് വന്നതാട്ടോ. അപ്പോൾ വണ്ടിയല്ല. അങ്ങനെ പിന്നെ പുറത്തുനിന്ന് ജസ്റ്റ് ഒന്ന് ഇതൊന്നും എടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മാങ്ങ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്, പകുതി മുക്കാലും കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഫുൾ കംപ്ലീറ്റ് പഴുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. നമ്മൾ ആന്തൂര്യത്തിന് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഈ മഴയൊക്കെ പെയ്തപ്പോൾ ഭയങ്കര സന്തോഷമാണ്. മഴയത്ത് ആന്തൂര്യം വെക്കുമ്പോൾ നല്ല നനഞ്ഞ് പൂവൊക്കെ നല്ല രസമാട്ടോ കാണാൻ. അപ്പം ഞാൻ റഫീഖാനോട് എന്തെങ്കിലും ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബ്രെഡ് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് കൊണ്ടുവരുന്നത്. ബ്രെഡും പിന്നെ പച്ചക്കറികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്യാപ്സിക്കം, പിന്നെ നമ്മൾ ഉപ്പേരിക്ക് വേണ്ടി പയറ്, ബീൻസ്, അങ്ങനത്തെ ഐറ്റംസ് ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ അതിൻ്റെ ഇടയിലൂടെ എടുത്ത് വെക്കണം ഫ്രിഡ്ജിലേക്ക്. അങ്ങനെ അപ്പോൾ ഇതാ തിരിച്ച് വന്നപ്പോഴത്തേക്കും നമ്മളെ ഇടിയപ്പം ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ റഫീഖ വന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സമയം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വർത്താനം പറഞ്ഞ് കുറച്ച് സമയം അങ്ങ് പോകും കേട്ടോ. ഒരു അരമണിക്കൂറോളം പോവും. ഇനിയിപ്പോൾ വേഗം ബാക്കിയുള്ള കാര്യം പിന്നെ സ്പീഡാക്കി ചെയ്യാണ് കേട്ടോ ചെയ്യുക. ബാക്കി നമ്മൾ ഇടിയപ്പം കാര്യമൊക്കെ ഒന്ന് വേഗം ഒന്ന് ആക്കി റെഡിയാക്കിയിട്ട് എടുക്കട്ടെ. എനിക്ക് ഈ ഒരു ഇഡ്ഡലി തട്ടിൽ ഉണ്ടാക്കുന്ന ഇടിയപ്പത്തിനേക്കാളും എനിക്ക് ഈ പരന്നിട്ടുള്ള ഇടിയപ്പമാണ് കേട്ടോ ഇഷ്ടം. നല്ല രസമല്ലേ കാണാൻ. പിന്നെ ഞാനിത് ഒന്നാണ് കേട്ടോ കഴിക്കുക. ഒന്ന് കഴിക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഫില്ലാവും. അത്രയും വലുതല്ലേ നമ്മൾ ഈ ചെറുത് ഇങ്ങനെ ഒരു 3-4 എണ്ണം കഴിക്കുന്നതിനേക്കാളും ഒറ്റൊന്ന് കഴിച്ചാൽ തന്നെ അത് വയറ് ഫില്ലാവും കേട്ടോ. പിന്നെ ഞാൻ ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ ആ ഒരു പാത്രത്തിൽ കുറച്ച് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഇഷ്ടമാണെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. നമുക്കിവിടെ ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് കറിയൊന്നുമില്ലാതെ വെറുതെ തന്നെ അതിങ്ങനെ കഴിക്കാനിഷ്ടമാണ്. അപ്പോൾ ഇതാ നമ്മളെ ചിക്കനൊക്കെ അടിപൊളിയായിട്ട് വെന്ത് വന്നു. അപ്പോൾ അതിലുള്ള കിഴങ്ങ് മാത്രമല്ലേ, ഞാനത് മാത്രം ഒന്ന് സൈഡിലേക്ക് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ തന്നെ കഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ തന്നെ വെച്ചാൽ മതി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഉടക്കണം നിർബന്ധമൊന്നുമില്ല. അപ്പം ഞാൻ കുറച്ച് പീസസ് എടുത്തിട്ട് ഇതാ സൈഡിലേക്ക് ഇട്ടൊന്ന് ഉടക്കുന്നുണ്ട്. ഒന്നാകെ ഇങ്ങനെ ഇളക്കി ഉടക്കരുത് കേട്ടോ. അപ്പം നമ്മളെ ചിക്കനും അതുപോലെ തന്നെ നമ്മളെ ഉരുളക്കിഴങ്ങും എല്ലാം കൂടെ അങ്ങ് ഉടഞ്ഞ് കലങ്ങി പോവുക, അങ്ങനെ ചെയ്യത്തില്ലേ, ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾക്കൊരു പാർട്ടിയൊക്കെ ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പോൾ ഈ ഒരു കറി ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഞാൻ ഈ പറഞ്ഞ ഐറ്റത്തിൻ്റെ കൂടെയൊക്കെ നിങ്ങൾക്ക് സെർവ് ചെയ്യാൻ വേണ്ടി പറ്റും. അടിപൊളിയാണ്. ചെറിയ ചില വ്യത്യാസങ്ങളേ ഉണ്ടാവുള്ളൂ, പക്ഷേ ടേസ്റ്റിന് ഭയങ്കര ഡിഫറൻസ് കൊടുക്കും കേട്ടോ ഇങ്ങനെയൊക്കെ നമ്മൾ ആക്കിയെടുക്കുന്ന സമയത്ത്. അപ്പോൾ അതിനുശേഷം ഞാൻ നല്ല കട്ടിയുള്ള 1-ാം പാലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ കറി ഇത്രയേ ഉള്ളൂ കേട്ടോ. കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ കട്ടിയുള്ള പാല ഒഴിച്ച് കൊടുത്തേ. ഇനി ഇതൊന്ന് ജസ്റ്റ് തിള വന്നാൽ മതി, തിളക്കണ്ട, ഒന്ന് ചൂടായി വന്നാൽ മതി കേട്ടോ. അപ്പോഴത്തേക്കും റെഡിയാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ തേങ്ങാപ്പാൽ എടുക്കുന്നില്ലെങ്കിൽ തേങ്ങയാണെങ്കിൽ തേങ്ങയിൽ ഇതാണ് പെർഫെക്റ്റ് ടേസ്റ്റ്. തേങ്ങയാണെങ്കിൽ തേങ്ങയിൽ ഒരു 4-5 കാഷ്യൂനട്ടും കൂടെ ഇട്ടിട്ട് ഒന്ന് ടേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കട്ടെ, എന്നിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി. അങ്ങനെയും ചെയ്തെടുക്കാം. പിന്നെ തേങ്ങാപ്പാൽ ഇനി നിങ്ങൾക്ക് തിക്കാവുന്നില്ലെങ്കിൽ 1 ടീസ്പൂൺ മൈദ നിങ്ങൾ 2-ാം പാൽ ഒഴിച്ച സമയത്ത് 1 ടീസ്പൂൺ മൈദ കലക്കിയിട്ട് പച്ചവെള്ളത്തിൽ കലക്കിയിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് 1-ാം പാൽ ഒഴിച്ച് കൊടുത്താൽ മതി. അതെല്ലാം തിളച്ചതിന് ശേഷം ഹെൽത്തി നോക്കുകയാണെങ്കിൽ അല്ല, അപ്പോൾ അത് വേണമെങ്കിൽ ചെയ്താൽ മതി. ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഞാനിപ്പോൾ തേങ്ങാപ്പാൽ മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. നമുക്ക് അത്രയും കറി അളവിൽ മതിയല്ല, കുറേയൊക്കെ വേണ്ടവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞേ. തേങ്ങയും കാഷ്യൂനട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ തേങ്ങാപ്പാൽ മാത്രമാണെങ്കിലും കുറച്ച് കാഷ്യൂനട്ട് പേസ്റ്റ് ആക്കിയിട്ട് അരച്ച് ചേർത്താലും മതി കേട്ടോ. അതൊന്ന് തിക്കാക്കി എടുക്കാൻ നിങ്ങൾ ചെയ്യുമല്ലോ, അപ്പോൾ അതിനനുസരിച്ച് മാറ്റി എടുത്താൽ മതി. ഞാൻ കുറച്ച് അധികം തന്നെ മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കറി ഇവിടെ റെഡിയാണ്. ഇനിയില്ലേ വേണമെങ്കിൽ നമുക്കിതൊരു ഒന്നുകൂടെ ഒന്ന് വറവിട്ടെടുക്കാം കേട്ടോ. അതവിടെ ഇരിക്കട്ടെ, സമയമുള്ളതിനനുസരിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മളെ ഇടിയപ്പമൊക്കെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ അടുത്ത ദിവസം നോമ്പ് എടുക്കാനുള്ളതും നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാനുള്ളതും കൂടെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. വലിയ കാസറോളാട്ടത്.
അപ്പോൾ ഇതാ ഇനി നമ്മളെ സിമ്പിൾ സ്നാക്സ് അതുകൂടെ ഒന്ന് ആക്കിയെടുക്കട്ടെ. ഇതാ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട്, കിസ്മിസ് ഉണ്ടെങ്കിൽ കുറച്ച് അതും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ. ബദാം അങ്ങനത്തെ എന്ത് ഡ്രൈ ഫ്രൂട്ട്സ് ആണോ ഉള്ളത് അത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇനിയിപ്പോൾ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഒരു ക്രഞ്ചി ഫീൽ കിട്ടും. പഴം വെച്ചിട്ടുള്ള ആ ഒരു ഐറ്റാട്ടം ഞാൻ ചെയ്യുന്നത്. പഴം ഇതാ ഒരു 3 പഴം എടുത്തിട്ടുണ്ട്, നേന്ത്രപ്പഴം. അതിങ്ങനെ 2 ആയിട്ട് കയറിയിട്ട് ചെറുതായിട്ടൊന്ന് കട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് പഴം ഒന്ന് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് പഴം നല്ല സോഫ്റ്റായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അതാണ് നമ്മൾ സ്നാക്സിൻ്റെ ആദ്യത്തെ ഘട്ടം. ഞാനൊരു 3 ടീസ്പൂൺ, നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇത് നിങ്ങൾക്ക് ശർക്കരയിലും ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ഷുഗറൊന്നും കഴിക്കാത്തവരാണെങ്കിൽ പിന്നെ ഷുഗറിൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഞാനൊന്ന് വെച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും പഴം നന്നായിട്ട് വെന്ത് സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. ഇങ്ങനെ ഡ്രൈ ആക്കിയിട്ട് എടുക്കണ്ട, ഞാൻ കാണിച്ചു തരാം. ആ ഒരു രീതിയിൽ ആക്കിയിട്ട് എടുത്താൽ മതി. നല്ല സോഫ്റ്റായിട്ട് തന്നെ വരണം കേട്ടോ, എന്നാലാണ് നമുക്കിത് നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുക. അപ്പോൾ അതവിടെ റെഡി ആവുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് കറി ഒന്ന് വറവിട്ടെടുക്കാം. 1 ടീസ്പൂൺ നെയ്യ് കേട്ടോ, നെയ്യ് എടുക്കണം കേട്ടോ ചെയ്യുകയാണെങ്കിൽ. അല്ലെങ്കിൽ നിങ്ങൾ വറവിടണ്ട, കുഴപ്പമൊന്നുമില്ല, സ്കിപ്പ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അതിലേക്ക് കുറച്ച് ഒരു 3 ചെറിയ ഉള്ളിയില്ലേ അതിട്ട് കൊടുത്തു ഒന്ന് താളിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് കാഷ്യൂനട്ട് കേട്ടോ, അതും കൂടെ ഇട്ടിട്ട് കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ടിട്ട് ഒന്ന് താളിച്ച് വയ്ക്കാം. നമുക്ക് കറി ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ എക്സ്ട്രാ ഒരു ഓയിലും നെയ്യൊന്നും വേണ്ട എന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യുകയും ചെയ്യാം. ടേസ്റ്റ് ഒന്നും കൂടെ കൂടുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ. ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ. ഒരു പാർട്ടിയിലൊക്കെ സെർവ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കേട്ടോ, അപ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മളെ പഴതാ അപ്പുറത്ത് നല്ല സോഫ്റ്റായിട്ട് ഉടഞ്ഞ് റെഡി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഞാനത് റഫിക്കാനോട് ഇളക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചൂടോടൊന്ന് അടച്ചു വെച്ച് കൊടുക്കുക. 1 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്നിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ കറി വറവും കൂടെ ഇട്ട് കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളി കറി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ആട്ടോ, നല്ല അടിപൊളി കറി തന്നെയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പൊറോട്ടയ്ക്കൊക്കെ കിടിലൻ കോമ്പിനേഷനാണ് കേട്ടോ. അതിന് ശേഷം ഞാനൊന്ന് മിക്സ് ആക്കി എടുത്തു. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മളെ സ്നാക്സിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു പോവാം. പഴമൊക്കെ നല്ല സോഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും മതി. ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. കുറച്ച് 2 പിഞ്ച് ഉപ്പ്, കുറച്ച് ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കട്ടെ. ആ ഒരു മധുരം ഒക്കെ ഒന്നുകൂടെ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് 2 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുത്ത് മധുരമൊക്കെ ഒന്ന് ബാലൻസായി ഒന്നുകൂടെ ഒരു ടേസ്റ്റ് ഉണ്ടോ. പഴത്തിൻ്റെ പുളിപ്പൊന്നും ഇല്ലാതെ നല്ലൊരു ടേസ്റ്റ് വരും കേട്ടോ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്താൽ. ഇനിയിപ്പോൾ ഇതാ ബ്രെഡ് എടുത്തിട്ട് അതിലേക്കൊന്ന് ഫില്ല് ചെയ്ത് അതൊന്ന് സെറ്റാക്കിയിട്ട് എടുക്കട്ടെ കേട്ടോ. സമയം ഏകദേശം ആവാനായിട്ടുണ്ട് കേട്ടോ. ബാങ്ക് കൊടുക്കാൻ ഏകദേശമായിട്ടുണ്ട്. 6:30 ആയിട്ടുണ്ട് കേട്ടോ. 6:30 കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചായ വെക്കണം. പിന്നെ തണുപ്പായതുകൊണ്ട് നമ്മൾ ജ്യൂസൊന്നും ആക്കുന്നില്ല. കുറച്ച് ഫ്രൂട്ട്സ് എന്തെങ്കിലും കട്ട് ചെയ്തെടുക്കണം. റഫീഖ് അവിടെ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായിരുന്നു, അപ്പോൾ അത് റഫീഖ് അവിടെ കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ മാങ്ങാനുണ്ട്, രാവിലെ അതിൻ്റെ മാവിൻ്റെ ചോട്ടിൽ നിന്ന് കിട്ടിയ മാങ്ങ ഉണ്ട് കേട്ടോ. ഇപ്പോൾ പഴുത്ത മാങ്ങ അതൊന്ന് കട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും റഫീഖ് ചെയ്യുന്നുണ്ട്. ബാക്കി കാര്യങ്ങളും കൂടെ നോക്കട്ടെ. അപ്പോൾ ബ്രെഡ് ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കണം. പിന്നെ അതൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 3 എഗ്ഗ് എടുത്തിട്ടുണ്ട്. ബ്രെഡ് ഉള്ളതിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ. 3 എഗ്ഗിൻ്റെ ആവശ്യമൊന്നുമില്ല, 1-2 എഗ്ഗൊക്കെ ആവശ്യമുള്ളൂ കേട്ടോ. എനിക്കിത് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് പാലാണ് ഞാൻ ഒഴിച്ച് കൊടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പാലിന് പകരം വെള്ളം ചേർത്ത് കൊടുക്കുക, കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിലേക്ക് വേണമെങ്കിൽ പഞ്ചസാര 1-2 ടീസ്പൂൺ ആക്കി കൊടുക്കുക. അത്രയേ ഉള്ളൂ. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക സ്പൂൺ വെച്ചിട്ട്. എന്നിട്ട് 1 ടീസ്പൂൺ നമ്മൾ ബ്രെഡിലാക്കി കൊടുക്കുക കേട്ടോ. 1-1.5 ടീസ്പൂണും ആക്കി കൊടുക്കുക. ആ ബ്രെഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് സോക്കായിട്ട് വരണം, എന്നാലാണ് ഒന്ന് ആ ഒരു ഉൾഭാഗം നല്ല ജ്യൂസി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുക കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ ഇതെല്ലാം ചേർത്ത് കൊടുത്താലും ഒരു ഹാർഡല്ല, എന്താ പറയുക, ഒരു ഡ്രൈ ആയിട്ടിരിക്കും. അത് രസം ഉണ്ടാവില്ല. നമ്മൾ സാൻഡ്വിച്ചൊക്കെ ചെയ്യുന്ന സമയത്ത് ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടിരുന്നാൽ നല്ല അടിപൊളിയല്ലേ. അപ്പോൾ അതുപോലെ ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് ചേർത്ത് കൊടുത്തത്. അത്രയും ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ അതിൽ ഡിപ്പ് ചെയ്തിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മളെ പഴം ആവശ്യത്തിന് എത്രയാണോ നമുക്ക് ഫില്ലിങ് വേണ്ടത് അത്രയും നമ്മൾ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ജാമൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുമല്ലോ ബ്രെഡിൻ്റെ മുകളിൽ, അതുപോലെ നല്ല ഈസി ആയിട്ട് തന്നെ ആക്കാൻ പറ്റും കേട്ടോ. അതുപോലെ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ പുറത്തേക്കൊന്നും ചാടാതെ നല്ല നീറ്റായിട്ട് തന്നെ ഒന്ന് ചെയ്തെടുക്കാം.
ഇത് ഞാൻ എപ്പോൾ ചെയ്യുകയാണെങ്കിലും ഇത് റഫീഖായിട്ട് എനിക്ക് ഈ ഒരു സ്റ്റെപ്പ് ചെയ്തു തരിക. ഇന്നിപ്പോൾ റഫീഖാക്ക് അവിടെ പണി കൊടുത്തതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് കാണാത്തത്. ഇതൊക്കെ റഫീഖാക്ക് ഇഷ്ടമുള്ള കാര്യമാണ്, ഇങ്ങനെ ഫില്ലാക്കുക. അത് നല്ല നീറ്റായി ഞാൻ ചെയ്യുന്ന പോലെ ഒന്നല്ല കേട്ടോ, പഴക്കം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ നല്ല കറക്റ്റ് സ്കെയിൽ വെച്ച പോലെ ചെയ്യും. നല്ല നീറ്റായിട്ട് നല്ല വടിച്ച് നല്ല അടിപൊളിയായിട്ട് ചെയ്തു തരും കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിക്കും ആ പണിയൊക്കെ കഴിഞ്ഞ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് ഏൽപ്പിച്ചിട്ട് ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ പണിയെടുക്കും കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഫ്രൂട്ട്സ് കട്ട് ചെയ്യുന്ന തിരക്കില്ല. അപ്പോൾ സമയം ബാങ്ക് കൊടുക്കാനായതുകൊണ്ടാണ് ഞാനത് വീഡിയോ പോയിട്ട് എടുക്കാത്തത് കേട്ടോ. അതിനിടയിൽ ഞാൻ കുറച്ച് ക്ലീനിങ് പരിപാടികളും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. പാത്രങ്ങളൊക്കെ കുറച്ച് കഴുകാനൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കിയത് അങ്ങനത്തെ കുറച്ച് അല്ലറ ചില്ലറ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുത്തു. പിന്നെ കിച്ചൺ ചെയ്യുന്നതിനനുസരിച്ച് ഇങ്ങനെ വൈപ്പ് ചെയ്ത് കൊടുക്കും കേട്ടോ ഞാൻ. അപ്പോൾ നമുക്ക് ഒരുപാടങ്ങ് കിച്ചൺ മെസ്സായി പോകില്ല, നമുക്ക് ക്ലീനിങ് കുറച്ചുകൂടെ ഒന്ന് ഈസി ആയി കിട്ടും. അപ്പോൾ എനിക്ക് അങ്ങനെ കാണാനാണ് ഇഷ്ടം. അപ്പോൾ അങ്ങനെ അത് ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനിതാ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് നെയ്യാണ് ചേർത്ത് കൊടുത്തത്. നെയ്യോ ഓയിലോ വെളിച്ചെണ്ണയോ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ കയ്യിൽ അത് ചേർത്ത് കൊടുക്കാമെന്നും ടേസ്റ്റൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതുപോലെ നമ്മൾ ആദ്യം നെയ്യിൽ പഴം വഴറ്റിയില്ലേ, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ എടുക്കുക, അത് നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. നെയ്യാകുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും, പഴവും നെയ്യോ വഴണ്ട് വരുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് അല്ലേ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാ പാൻ ചൂടായതിന് ശേഷം ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. ബ്രെഡല്ലേ പെട്ടെന്ന് തന്നെ കരിഞ്ഞ് കളർ ചേഞ്ച് ആയിപ്പോവും, അങ്ങനെ ചെയ്യണ്ട. നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്തെടുത്താൽ മതിയേ. ഒരുപാട് ഇനിയിപ്പോൾ ഓയിലൊന്നും എടുക്കാത്തവരാണെങ്കിൽ ഒന്നും ആക്കണ്ട കേട്ടോ, വെറുതെ ഒന്ന് ഇങ്ങനെ തടവി കൊടുത്തിട്ട് വെച്ച് കൊടുത്താലും മതി, നന്നായിട്ട് തന്നെ കിട്ടുമേ. അങ്ങനെ രണ്ട് ഭാഗവും ഇതുപോലെ ഒന്ന് ഗോൾഡൻ കളറാക്കിയിട്ട് എടുക്കാം, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളെ ഈസി സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ബനാന സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. ഞാനിതില്ലേ പെട്ടെന്ന് ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ പഴം ഒക്കെ ഇങ്ങനെ പഴുത്തു പോകില്ലേ, നന്നായിട്ട് പഴുത്താലൊക്കെ ഉണ്ടാവില്ലേ, അപ്പം ഉണ്ടാക്കുന്നൊരു സ്നാക്സാണ് കേട്ടോ. കാരണം നന്നായിട്ട് പഴുത്ത പഴം തന്നെയാണ് ഇതിലേക്ക് വേണ്ടത്. നമ്മൾ പഴുക്കാത്ത പഴം എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഉടയലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, അപ്പോൾ ഒരു ഡ്രൈ ആവൂട്ടാ. പഴം ഡ്രൈ ആയാലും നമ്മളെ സ്നാക്സും ഡ്രൈ ആയി പോവും. അപ്പോൾ അതിനേക്കാളും നല്ല സോഫ്റ്റായിട്ടിരിക്കുന്ന പഴമാണ് കേട്ടോ. നല്ല വഴന്ന് സോഫ്റ്റ് ആകുമല്ലേ പഴുപ്പൊക്കെ കൂടിക്കഴിഞ്ഞാൽ, അത് ഭയങ്കര നല്ലതാണ്, ടേസ്റ്റ് കൂടും, അതാണ്. ഇനിയിപ്പോൾ ഞാനിതൊന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അല്ലാതെ സെൻറ്റർ കട്ട് ചെയ്യുക, പിന്നെ 4 പീസാക്കിയിട്ട് കട്ട് ചെയ്യുക. ഇത് നിങ്ങൾക്ക് കുട്ടികളുടെ സ്നാക്സ് ബോക്സിലൊക്കെ കൊടുത്തു വിടാം കേട്ടോ. അവർക്ക് വൈകുന്നേരം സ്കൂൾ വിട്ട് വന്ന് കഴിഞ്ഞാൽ കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുക. പഴവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നല്ല ഹെൽത്തി അല്ലേ, പിന്നെ അധികം എണ്ണയൊന്നും നമ്മൾ യൂസ് ചെയ്യാതെ ഉണ്ടാക്കിയാൽ അടിപൊളിയാണ് കേട്ടോ. ഇതാ ഇനി ഞാൻ പറഞ്ഞില്ലേ ബാങ്ക് കൊടുക്കാനുള്ള ടൈമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് എടുത്തിട്ട് ടേബിളിൽ സെറ്റ് ചെയ്യട്ടെ. പിന്നെ ബാക്കിയുള്ളത് കിച്ചണും കാര്യങ്ങളൊക്കെ ഒന്ന് നീറ്റാക്കി, ബാക്കിയുള്ള പാത്രമൊക്കെ ഒന്ന് കഴുകി ഒന്ന് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചിടട്ടോ കേട്ടോ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാനുണ്ട്. ഇതാ നമ്മൾ സ്നാക്സൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് വെക്കട്ടെ. അപ്പോൾ റഫീക്ക ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ അവിടെ പ്ലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ടേബിളിലൊന്ന് സെറ്റാക്കാനേ ഉള്ളൂ ഇനി. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാൻ കിച്ചണും നീറ്റാക്കട്ടെ. അപ്പോൾ ഈ ഡ്രാഗൺ ഫ്രൂട്ടില്ലേ, അത് ഇങ്ങനെ വെച്ചാൽ ആരും കഴിക്കില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ കുറച്ച് ഫ്രഷ് ക്രീമും ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതുപോലെ ഒന്ന് ചെയ്തെടുക്കുകയാണ്. കുറച്ച് ഫ്രഷ് ക്രീമും അതുപോലെ തന്നെ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ആക്കുന്നുണ്ട് കേട്ടോ, മധുരത്തിന് വേണ്ടിയിട്ട്. അപ്പം നല്ല ടേസ്റ്റാട്ടോ ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് ഇഷ്ടമില്ലാത്തവരൊക്കെ ഒന്ന് ഇങ്ങനെ ചെയ്ത് നോക്കട്ടോ, അടിപൊളി ടേസ്റ്റ്, അത് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. പിന്നെ നല്ല ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഒരു സ്വീറ്റ്, ഒരു ഡെസേർട്ട് അടിപൊളിയല്ലേ. അപ്പോൾ അതിന് ഇത് സൂപ്പർ സാധനമാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ നല്ല അവൈലബിൾ ആയിട്ട് ഉള്ള ഐറ്റം കൂടാണല്ലോ. അപ്പോൾ ഒന്ന് ട്രൈ ആക്കി നോക്കണം ഇങ്ങനെ. ഞാൻ കുറച്ച് ഫ്രഷ് ക്രീമും കുറച്ച് മിൽക്ക് മെയ്ഡും ആക്കിയെടുത്തു, നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുത്തു കേട്ടോ. അത്രയേ ഉള്ളൂ. മധുരമൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം കേട്ടോ, എത്ര മധുരം വേണം, ലൈറ്റായിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. അല്ല നന്നായിട്ട് മധുരം
ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ കുറച്ചധികം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയൊന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. ആ ഒരു മിൽക്ക് മെയ്ഡിൻ്റെയും ഫ്രഷ് ക്രീമിൻ്റെ ഒക്കെ ടേസ്റ്റ് തന്നെയാണ് അത് നല്ലത്. പിന്നെ മിൽക്ക് മെയ്ഡ് മാത്രം ആക്കിയിട്ട് എടുക്കുക. പക്ഷെ ഒന്നുകൂടെ ആ ഒരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു ചിലർക്ക് ഇഷ്ടം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ആ ഒരു ഇഷ്ടമില്ലാത്ത ടേസ്റ്റൊക്കെ ഒന്ന് മാറാൻ ഫ്രഷ് ക്രീം ചേർത്താൽ നല്ലതാണ് കേട്ടോ. ആ കുത്തൊക്കെ ഒന്ന് പോകുന്നുണ്ട്. ഇഷ്ടമുള്ളവർക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇത് മിൽക്ക് മെയ്ഡ് മാത്രം ചേർത്തിട്ട് കഴിക്കാനും അടിപൊളി തന്നെയാണ്. അപ്പോൾ നമ്മളെന്തെങ്കിലും പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഡെസേർട്ടും കൂടെ ഉണ്ടാക്കണം, ടൈമില്ലല്ലോ, അങ്ങനെ തോന്നുന്ന സമയത്തൊന്ന് ചെയ്ത് നോക്കിയേക്കും കേട്ടോ. അടിപൊളിയാണ്. ഇങ്ങനെ നമുക്ക് മാങ്ങ അങ്ങനത്തെ ഒക്കെ നമ്മൾ ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് മാങ്ങയൊക്കെ ഒന്ന് പൾപ്പാക്കാം. മാങ്ങയൊക്കെ ആകുമ്പോൾ ഒന്ന് ജസ്റ്റ് ഇനിയിപ്പോൾ പീസസ് ആക്കിയാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ നമ്മൾ മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ട് അതിലേക്ക് ഞാൻ ഈ ചേർത്ത 2 കാര്യം കൂടെ ചേർത്തെടുത്താൽ മതിയിട്ട്. എന്നിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്താണ്ടല്ലോ അടിപൊളിയാണ് കേട്ടോ. നല്ല പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന, നമ്മളെ കയ്യിലുള്ള ഐറ്റംസൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഡെസേർട്ട് കേട്ടോ. നമുക്ക് നല്ല അടിപൊളിയായിട്ട് സെർവ് ചെയ്യാനും പറ്റും. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടുകയും ചെയ്യട്ടോ. നല്ല ടേസ്റ്റാണ് അങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ. അപ്പോൾ ബാങ്കൊക്കെ കൊടുത്തു. ഇനി നമ്മൾ നോമ്പൊക്കെ തുറക്കട്ടെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ റമലത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു. റഫീഖാൻ്റെ ചെറിയ പെങ്ങൾ അറിയില്ലേ, ബത്തേരിയിലെ. അപ്പോൾ അവർ താഴെ മലപ്പുറം അവിടെ എവിടെയോ പോയിട്ടുണ്ട്. ഒരു നാട്ടിൽ പോയതാണ് അളിയൻ്റെ. അപ്പോൾ അങ്ങനെ അവർ തിരിച്ച് വരുന്നുണ്ട്. അപ്പോൾ തിരിച്ച് വരുമ്പോൾ ഇതിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അവർ വരും. ഞങ്ങളതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവർക്ക് ഫുഡൊന്നും വേണ്ട എന്ന് പറഞ്ഞു. ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് എന്താ കൊടുക്കുക എന്നുള്ള ഇങ്ങനെ നമ്മൾ പറയുമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞ് അവർ ഫുഡ് കഴിച്ചിട്ടാണ് വരുന്നത്, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഡെസേർട്ടായിട്ട് നമുക്കിത് കൊടുക്കാം, അങ്ങനെയൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അവർ അളിയനും റമലത്തെയും കുട്ടികളും പിന്നെ അളിയൻ്റെ അനിയനും ഫാമിലിയും പെങ്ങളും എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെ വെറുതെ വീട്ടിലേക്ക് കാണാൻ വേണ്ടിയിട്ട് വരികയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ വീഡിയോനെ കുറിച്ചുള്ള വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനും മറന്നു പോകരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.